ഈ തവളകളൊക്കെ എങ്ങോട്ട് പോയാവോ? വല്ല വനവാസത്തിനും പോയോ? ദേ 2 തവള ഇരിക്കണ്. ഇതെന്താ സർക്കസാ? പരാഗണമുള്ള ആരണാവോ? ഓ, രാഘവേട്ടനാ. പതിവില്ലാണ്ടത് ഈ സമയത്ത്. അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാനുണ്ട്. എന്തിനു രാഘവേട്ട? അല്ല ഞാനും എന്നെ സമയം നോക്കി. ഓ, അതൊക്കെ എന്നേ വിട്ട്. പിന്നെ ഉണ്ണിനെ കണ്ടാലോടെ ഊരിലെ പഞ്ഞ നടക്ക്. ഇന്ന് എത്ര തവള കിട്ടിയതാ? തവളെ? എവിടെ തവള? ഇപ്പൊ തവളകൾക്കൊക്കെ യൂണിയനായില്ലേ? അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കണ? അത് വിട്, ഞാനും എന്തെടുക്കണ്? സത്യം പറയാലാ, ഒരു നിലയ്ക്ക് അടുക്കല്ലേ. കാട്ടാനൻ വരെ നമ്മള് മരിക്കണ്. പിന്നെ ഒരു പെണ്ണ്. പിന്നെ ഒരു കാര്യം പറയാം, ഇവിടെ ജാനുവിന്റെ കെട്ടിയോനുണ്ടല്ലോ, ആളത്ര നിസ്സാരക്കാരനൊന്നുമല്ല. എന്റെ ദൈവമേ, ഇതേ പുളിങ്കുരുവിനുള്ളിട്ട് ഓടിക്കണേ. ചതിച്ചല്ലോ കൃഷ്ണ, ജാനുവിന്റെ കെട്ടിയോനും ഉണ്ടല്ലോ. പോയവൻ വട്ടാപ്പകൽ ആടിനൊക്കെ കവന്ന് അവനെ കിട്ടും. ഇത് രാമയ്യൻ. 1967 ഒരു ഏപ്രിൽ ഫൂളിൽ ജനനം. ഈ തിരുമുഖം കണ്ടയുടനെ അച്ഛനും അമ്മയും സന്തോഷപൂർവ്വം ഇഹലോകവാസം വെടിഞ്ഞു. അന്ന് തുടങ്ങിയ തരികിടയിൽ ഇന്നും ഇദ്ദേഹം യാത്ര തുടരുകയാണ്. ഇത് പുളിങ്കുരു എന്നറിയപ്പെടുന്ന കുഞ്ഞൻ, രാമയ്യൻ്റെ പ്രധാന ശിങ്കിടി. ജനന തീയതിയോ നക്ഷത്രമോ സ്വന്തമായ ഒരു മേൽവിലാസവും ഇല്ലാത്ത ഒരു സാധനം. ഈ സാധനത്തെക്കുറിച്ച് ഇതിൽ കൂടുതൽ എന്തു പറയാനാണ്? ആശാൻ ഈ വഴി ഓർമ്മയുണ്ടോ? ഈ വഴിയാ? ആ വീട് ഓർമ്മയുണ്ടോ നോക്കിയേ. ആ തൊമ്മിച്ച മുതലാളുടെ വീടാണിത്. ആ തൊമ്മിച്ചമ്മളുടെ വീടാണല്ലേ? 5000 രൂപ ആശാൻ മേടിച്ച ഓർമ്മയുണ്ടോ? 5000 രൂപ ഞാൻ മേടിച്ചിട്ടുണ്ടോ? ഞാനത് മറന്നെടുക്കായിരുന്നു. എങ്കിലും അയാളെ 10,000 രൂപ മേടിച്ചിട്ട് ആശാന കണ്ട ഞാൻ കുത്തിന് മേടിച്ച് കാശ് കൊടുത്തിട്ട് അയാള്. ഞാൻ അങ്ങേരി 10,000 രൂപ മേടിക്കണം നിനക്ക് കാണണം. അങ്ങനെ ആശാനെ ഞാൻ സമ്മതിച്ചു തരും. ശരി എന്നാ അങ്ങനെ കാണിച്ചതാ. കാണിച്ചതാ. മന്മദലീലയെ കണ്ടോ. ഒന്നും മിണ്ടാണ്ട് അലക്ക് ശരിയില്ല. അതൊക്കെ അവിടെ കിടന്നോട്ടെ. ഇവിടെ ആരും ഇല്ലോ. അതെ മുതലാളി, രൂപ 5000 വാങ്ങി മുങ്ങി നടക്കുകയാണല്ലേ? എന്റെ പൊന്നു മുതലാളി, ഞാൻ എവിടെ മുങ്ങാനാ? നീ സോപ്പിടുകയല്ലേ? ആ പലിശ മുതൽ തന്നിട്ട് നിന്നെ ഞാൻ വിടൂ. മുതലാളി ചൂടാകല്ലേ? മുതലാളിക്ക് ഒരു ലാഭക്കച്ചവടമായിട്ട് ഞാൻ വന്നിരിക്കണേ. എന്ത് കച്ചവടം? കറുപ്പെന്ന് കേട്ടിട്ടുണ്ടാ? കറുപ്പെന്നും കേട്ടിട്ടുണ്ട്, വെളുപ്പെന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ നീ ഇതൊരു പുതിയ ബിസിനസ്സാണ് മുതലാളി. അതൊക്കെ നിർത്തി. മുതലാളിക്ക് വേണ്ടി വേണ്ട, എന്റെ ഒരു ഇഷ്ടം പോലെ ആൾക്കാരാണ്. ഞാൻ ഇപ്പൊ വിളിച്ചുതരാം. ഇപ്പൊ വിളിച്ചുതരാം. എടാ, ലാഭക്കച്ചവടം ആണോടാ? അല്ലെങ്കിൽ ഇത്രയും കാശ് തരാനുള്ളപ്പ ഞാൻ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരുവോ ഏട്ടാ? അതെ തൊമ്മിച്ചേട്ടാ, തൊമ്മിച്ചേട്ടൻ ഞങ്ങക്ക് മറക്കാൻ പറ്റുമോ? 10,000 രൂപ ഓടിക്കാം, 20,000 രൂപ തൊമ്മിച്ചേട്ടന്. 10 രൂപയ്ക്ക് 10 രൂപ ലാഭമാ. അതിപ്പോ 10 രൂപ എന്ന് വെച്ചാ ഇപ്പോ മുതലാളിക്ക് ഞാൻ വേറെ ആളാക്കിക്കളാ. ഇതൊന്നും നടക്കൂല. നോക്കട്ടെ ഇപ്പൊ എങ്ങനെയുണ്ട്? ആശാനെ ഞാൻ സമ്മതിച്ചു. വേറെ ആൾക്ക് വെച്ചിരുന്ന പൈസയാ. ഇവിടെ വേറെ ഒന്നും ഇരിപ്പില്ല. ഒറ്റ പുസ്തകം മറിച്ചാ പോരെ, പിന്നെ കാശല്ലേ? അപ്പൊ പറഞ്ഞ പോലെ നാളെ കാലത്ത് 8 മണിക്ക് സത്യവാന്റെ കടയില്. ഓക്കെ? കളിക്കോ?
ഹലോ, കുറെ നേരം ഇവിടെ ഇരിക്കണ്. എനിക്ക് കട പൂട്ടണം. ഞാൻ ഒരാളെ കാത്തിരിക്കുക. ആൾക്ക് പേരില്ലേ? പേര് രാമയ്യൻ. എന്തേ, കുഴപ്പമുണ്ടോ? എന്റെ ദൈവമേ, രാമയ്യനാ. രാമയ്യൻ കറുപ്പ് തരാന്ന് പറഞ്ഞിട്ടുണ്ടാ? പറഞ്ഞിട്ടുണ്ടാ? എന്റെ ദൈവം, ഇതൊന്നും പറഞ്ഞിരിക്കാൻ ഇവിടെ ആരില്ലല്ലോ. എന്തേലും കുഴപ്പമുണ്ടോ? ചിരിക്കാതെ കാര്യം എന്ന് വെച്ചാ പറയേ. ഇതുപോലെ ഒരു ദിവസം രാമയ്യ കറുപ്പ് തരാന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ചന്തയിൽ പോയ ഒരു ദിവസം മുഴുവൻ നിന്നതാ. അത് ആലോചിച്ച് ചിരിച്ചു പോയതാണ് എന്റെ ചേട്ടോ. കോളേജുകളിൽ കരികിട ബിരുദമെടുത്തവരാ, ഒരുമയായി നടന്നവരെ തമ്മിലടിച്ചു പിരിച്ചവരാ, നാട് മുഴുവൻ പാരപണിഞ്ഞ് നാട് മുടിച്ചവരാ, വയ്യാപോഹന വയ്യാവേലിയിൽ നിന്ന് വിടുന്നവരാ. എന്റെ അമ്മ തട്ടിപ്പിൻ കോളേജുകളിൽ കരികിട ബിരുദമെടുത്തവരാ, ഒരുമയായി നടന്നവരെ തമ്മിലടിച്ചു പിരിച്ചവരാ.